കാസർകോട്ടെ 5ാമത്തെ മണ്ഡലം തൃക്കരിപ്പൂരിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന മണ്ഡലമാണ് തൃക്കരിപ്പൂർ. മണ്ഡലം രൂപീകൃതമായ 1977 മുതൽ ഇവിടെ ജയിക്കുന്നത് CPMൻ്റെ പ്രതിനിധികൾ മാത്രമാണ്. 50%-ലേറെ വോട്ടുകൾ നേടിയാണ് ഓരോ തവണയും ഇവിടെ നിന്ന് CPM പ്രതിനിധികൾ നിയമസഭയിലേക്ക് പോകുന്നത്. ഇപ്പോൾ M. രാജഗോപാലാണ് ഇവിടുത്തെ MLA. ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് തൃക്കരിപ്പൂർ ചിന്തിക്കുന്നതെന്ന് വിശദമായി തന്നെ നമുക്കറിയണം. ടൈം സിലക്ഷൻ റൈറ്റ് നേരെ വോട്ടർമാരിലേക്ക്. ഭൂരിപക്ഷം കൂടോ? ഇല്ല, ഭൂരിപക്ഷം കൂടിയേ ഇല്ല. അയ്യപ്പന്റെ സ്വർണം ഇതായതുകൊണ്ട് ആ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. തൃക്കരിപ്പൂർ LDF തന്നെയാ സാധ്യത. തൃക്കരിപ്പൂർ LDF ജയിക്കുന്നതാണ്. ഭൂരിപക്ഷം കൂടോ? ഭൂരിപക്ഷം കുറയും. എന്തുകൊണ്ടാ? അത് ഇപ്പോഴത്തെ ഈ ശബരിമല വിഷയവും മറ്റേ പയ്യന്നൂർ വിഷയവും കുറച്ച് ബാധിക്കും. തൃക്കരിപ്പൂര് LDFന്റെ മണ്ഡലമാണ്. പക്ഷെ ഇപ്രാവശ്യം പിന്നെ കുറച്ച് മാറ്റം വരാൻ ചാൻസ് കാണുന്നുണ്ട്. ആളെല്ലാം ഒട്ടാകെ ഒരു അസംതൃപ്തരാണ്. LDF തന്നെയല്ലേ ജയിക്കല്? ഇപ്പോഴുള്ളവരെന്നെ ജയിക്കണം. അവർ ജയിച്ചാലും നല്ലത്. LDFന് സാധ്യത. LDF തൃക്കരിപ്പൂർ സാധ്യത CPM തന്നെയാണ്. അത് ചില CPM സാധ്യത. ഈ ഹൈവേ പണി വന്നുകൊണ്ട് ജനങ്ങൾ ആകെ ബുദ്ധിമുട്ടിരിക്കുകയാണ്. ഒരു 10-200 ഓട്ടോക്കാരുണ്ടാവും. ആ ഓട്ടോക്കാർക്ക് പാർക്കാൻ സ്ഥലമില്ല. ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ട്, ഫിഷ് മാർക്കറ്റിനൊന്നുമില്ല. ഇപ്പം ഏറ്റവും ഈസി ആയിട്ട് പണി തീർക്കാൻ പറ്റിയ ഒരു സ്ട്രെച്ച് ആയിരുന്നു ഈ നീലേശ്വരം സ്ട്രെച്ച്. പക്ഷെ ഇതിപ്പം ഇവർ കണക്ക് പ്രകാരം 1 കൊല്ലമല്ല 1.5 കൊല്ലം കഴിഞ്ഞാലും പണി തീരൂല. ഇപ്പൊ ടൗണും ഇല്ല, ആൾക്കാരും ഇല്ല, കച്ചവടം ഇല്ല. മൊത്തത്തിൽ ആകെ കൊളാപ്സ് ആയി കിടക്കുകയാണ്. ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു സൗകര്യമില്ല. ഇലക്ഷനിൽ നന്നായിട്ട് ബാധിക്കും. പക്ഷേ ജനങ്ങളിൽ നല്ല രോഷമുണ്ട്. സാധ്യമാണ്. തൃക്കരിപ്പൂര് ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കൂടുമോ പറയോ? ഭൂരിപക്ഷം കൂടും. തൃക്കരിപ്പൂര് മിക്കവാറും ഈ കാഴ്ചപ്പാടിന് UDF തന്നെ ജയിക്കും. LDF ജയിക്കുന്ന സ്ഥലല്ലേ തന്നെ. പക്ഷേ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ടല്ലോ പൊതുവെ. തൃക്കരിപ്പൂര് LDF തന്നെ സാധ്യത കൂടുതൽ. MLAയുടെ പ്രവർത്തനമൊക്കെ പ്രവർത്തനം നല്ല പ്രവർത്തനം തന്നെ. ഭൂരിപക്ഷം കൂടോ? ഭൂരിപക്ഷം കുറയാനാ സാധ്യത. അത് ഇപ്പോഴത്തെ ഭരണത്തിന്റെ ഇതുകൊണ്ട് തന്നെ. ഇപ്പോൾ നമുക്ക് രാഷ്ട്രീയ സാഹചര്യമല്ലേ, അതൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. സാധ്യത ഇപ്പം പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. MLAയുടെ പ്രവർത്തനമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. തൃക്കരിപ്പൂർ ഏകദേശം ബലാബലം ഇല്ലത്. പെൻഷൻ കിട്ടുന്നുണ്ട് ജനങ്ങൾക്ക്, സാധാരണക്കാരന് പെൻഷൻ കിട്ടുന്നുണ്ട്. പിന്നെ സാധാരണക്കാരൻ്റെ ജീവിത നിലവാരമൊക്കെ കുറച്ച് ഉയർന്നിട്ടുണ്ട് വയനം കൊണ്ട്. വയനത്തിൻ്റെ അങ്ങനെ ഒരു സവിശേഷത ഉള്ളതുകൊണ്ട് മിക്കവാറും LDFന് കിട്ടാനാണ് സാധ്യത. തൃക്കരിപ്പൂര് ഇടതുപക്ഷത്തിനാണ് സാധ്യത. എന്നുവെച്ചാൽ ഇടതുപക്ഷം ഇപ്പോൾ രാജഗോപാലൻ വലിയ മോശമില്ലാതെ ഒരു MLA ആണ്. അതുകൊണ്ട് ഇടതുപക്ഷം അതിന് സാധ്യതയുണ്ട്.